friends, welcome to Richard's World. Today we're gonna make ഉണ്ണിയപ്പം. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 ഗ്ലാസ് നമ്മുടെ നോർമൽ ഗ്ലാസ്സിൽ അരിപ്പൊടി എടുത്തു. നൈസായിട്ടുള്ള അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉള്ള അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി ഒരു 2 ഗ്ലാസ് എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഗോതമ്പ് പൊടി ഒരു 1/2 ഗ്ലാസ് എടുത്തു. നോർമൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി എടുത്തു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് മധുരത്തിനുള്ള ശർക്കരയാണ്. അത് നമ്മുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. എനിവേ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു 1.5 ഗ്ലാസ് ശർക്കര ചീവി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് വെള്ളം ചേർത്ത് ഒരു ശർക്കര പാനി പോലെ ആക്കിയെടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ പഴം, ഇവിടെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന പഴം ഉണ്ടായിരുന്നു. അപ്പോൾ റോബസ്റ്റ പഴമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ റോബസ്റ്റ പഴം എടുത്ത് ഒരു 3 പഴം എടുത്ത് അതും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതും എടുത്തു ഈ മിക്സിനകത്തോട്ട് ചേർത്തു. ഇതിൻ്റെ കൂടെ നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അത് അരിച്ചൊഴിക്കണം. കാരണം അതിനകത്ത് എന്തെങ്കിലും കട്ടയൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് അരിച്ച് അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു 5-6 മണിക്കൂർ നമ്മൾ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ബേക്കിംഗ് സോഡ കാര്യങ്ങളൊന്നും ചേർക്കണ്ട. ഇനി അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ടിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്തുപയോഗിക്കാം. ഇതെന്നായാലും ഇപ്പോൾ 5-6 മണിക്കൂറത്തേക്ക് ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. ഇപ്പം ഞാൻ അതിനകത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട്, നെയ്യിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്തിരി ഏലക്കായും ജീരകവും പൊടിച്ച് ചേർത്തു. പിന്നെ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങായും ഒക്കെ ഇട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചെറുതായിട്ട് ഉപ്പിട്ടു, ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും ഇട്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഇത് ഓൾറെഡി 5-6 മണിക്കൂർ ഇരുന്നതാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയതാണ്. ഇനി ഇതെൻ്റെ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം കൊണ്ടുവന്നതാണ് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി. ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ഇതുപോലെ അങ്ങ് ഒഴിച്ചെടുത്തു. ഇനി ഇത് മറിച്ചിട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റിച്ചുവിനും ദിയായിരിക്കും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുക. Thank you. ഹോട്ടാണ്. ഇച്ചിരി കട്ടിയായിപ്പോയോ എന്ന് സംശയം. ടേസ്റ്റ് ഉണ്ടോ? റിച്ചപ്പം കടിച്ച് പറിക്കുക. ഇച്ചിരി കട്ടിയായിപ്പോയോ അമ്മ ഉണ്ടാക്കിയപ്പോൾ? Please subscribe to our channel.